വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ കഴിഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യദിനത്തിൽ വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് ഒപ്പുവെച്ച് ഈ നിയമം പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ്. ട്രംപ് ഈ ബില്ലിൽ ഒപ്പുവെച്ചതുകൊണ്ട് പറഞ്ഞത് തൻ്റെ ആദ്യ ഭരണകാലത്തെ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു എന്നാണ്. നികുതി ഇളവുകൾ, സൈനിക ചെലവ് വർദ്ധിപ്പിക്കൽ, കുടിയേറ്റക്കാരെ നാടുകടത്തൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 900 പേജുള്ള ഈ ബിൽ പാസാക്കാൻ സഹായിച്ച ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും സെനറ്റ് മെജോറിറ്റി ലീഡർ ജോൺ തൂണിനും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നോക്കാം. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് ഈ ബിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡിസംബറിന് ശേഷം വലിയ നികുതി വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ബിൽ അതിനെ തടയും. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തെ ഏകദേശം $4.5 ട്രില്യൺ നികുതി ഇളവുകൾ ഈ ബില്ലിലൂടെ സ്ഥിരമാകും. ടിപ്പ്, ഓവർ ടൈം, വാഹന വായ്പകൾ എന്നിവയ്ക്കെല്ലാം താൽക്കാലികമായി നികുതി ഇളവുകൾ നൽകും. $75,000 കുറവ് വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് $6,000 വരെ നികുതി ഇളവ് ലഭിക്കും. കുട്ടികളുടെ നികുതി ക്രെഡിറ്റ് $2,000 നിന്ന് $2,200 ഉയർത്തും. എന്നാൽ കുറഞ്ഞ വരുമാനമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാന പ്രാദേശിക നികുതികളിൽ നിന്നുള്ള കിഴിവ് അഥവാ SALT $40,000 അഞ്ചിരട്ടിയായി വർദ്ധിപ്പിക്കും. സ്ഥാപനങ്ങൾക്ക് ഉപകരണങ്ങളുടെയും ഗവേഷണത്തിൻ്റെയും ചിലവ് 100% എഴുതിത്തള്ളാൻ ഈ ബില്ല് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ നികുതി ഇളവുകൾ ആർക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്? റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും സമ്പന്നരായ ആളുകൾക്ക് ഏകദേശം $12,000 വരെ അധികം ലഭിക്കും. അതേസമയം പാവപ്പെട്ടവർക്ക് മെഡിക്കെയ്ഡ്, ഭക്ഷ്യസഹായം എന്നിവയിലെ വെട്ടിച്ചുരുക്കൽ കാരണം ഏകദേശം $1,600 വരെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ട്രംപിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു അതിർത്തി സുരക്ഷ. ഈ ബില്ലിൽ അതിനായി വലിയ തുക നീക്കിവെച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ അതിർത്തി സുരക്ഷയ്ക്കും മറ്റുമായി ഏകദേശം $350 ബില്യൺ ഈ ബില്ലിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ US മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണം, 1,00,000 കുടിയേറ്റക്കാരെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉൾപ്പെടുന്നു. 10,000 പുതിയ ICE ഉദ്യോഗസ്ഥരെ നിയമിക്കാനും അതിർത്തിയിൽ കൂടുതൽ പെട്രോളിംഗ് നടത്താനും ഈ ബിൽ പണം അനുവദിക്കുന്നുണ്ട്. പുതിയ ഉദ്യോഗസ്ഥർക്ക് $10,000 സൈനിങ് ബോണസായി ലഭിക്കും. ട്രംപിൻ്റെ ലക്ഷ്യം പ്രതിവർഷം ഏകദേശം 10,00,000 ആളുകളെ നാടുകടത്താനാണ്. ഇതിനുള്ള പണം കണ്ടെത്താനായി കുടിയേറ്റക്കാർ അഭയം തേടുമ്പോൾ പുതിയ ഫീസുകൾ ഈടാക്കും. അതിർത്തി സുരക്ഷയ്ക്കായി പ്രതിരോധ വകുപ്പിന് $1 ബില്യൺ ലഭിക്കും. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ ബില്ല് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. സൈന്യത്തിന് കപ്പലുകൾ, ആയുധങ്ങൾ, സൈനികരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ എന്നിവയ്ക്കായി ധാരാളം പണം നൽകും. ട്രംപിൻ്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാൻ $25 ബില്യൺ ഈ ബില്ലിൽ നൽകും. ഈ പദ്ധതിക്ക് ഏകദേശം $175 ബില്യൺ ചെലവ് വരുമെന്നും 2029 അവസാനത്തോടെ ഇത് പൂർത്തിയാകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ അയൺ ഡോമെ പോലെയാകും പ്രവർത്തിക്കുക. പുതിയ വരുമാനത്തിലെ ഏറ്റവും പുതിയ ചിലവുകൾ പരിഹരിക്കാൻ മെഡിക്കെയ്ഡിൻ്റെയും പാവപ്പെട്ടവർക്കുള്ള ഭക്ഷ്യ സഹായത്തിൻ്റെയും പണം വെട്ടിച്ചുരുക്കാൻ ഈ ബില്ല് ലക്ഷ്യമിടുന്നുണ്ട്. ഗർഭിണികൾ, അംഗവൈകല്യമുള്ളവർ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയുള്ള സഹായ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ദുരുപയോഗം തടയുമെന്നും റിപ്പബ്ലിക്കന്മാർ പറയുന്നു. മെഡിക്കെയ്ഡും ഭക്ഷ്യ സ്റ്റാമ്പുകളും വാങ്ങുന്നവർക്ക് 80 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരും. 65 വയസ്സുള്ളവരുടെ ആളുകൾക്കും 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഈ നിയമം ബാധകമാണ്. മെഡിക്കെയ്ഡ് ഉപയോഗിക്കുന്ന രോഗികൾക്ക് $35 വരെ സഹായം നൽകും. ഏകദേശം 71 ദശലക്ഷം ആളുകൾ മെഡിക്കെയ്ഡിനെയും 40 ദശലക്ഷം ആളുകൾ സ്നാപ്പിനെയും ആശ്രയിക്കുന്നുണ്ട് എന്നത് ഈ മാറ്റങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ പദ്ധതികൾക്ക് തിരിച്ചടിയാകുന്ന ചില വ്യവസ്ഥകളും ഈ ബില്ലിലുണ്ട്. കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതികൾക്കുള്ള നികുതി ഇളവുകൾ ഇല്ലാതാക്കും. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ കാലാവസ്ഥാ മാറ്റം പരിഹരിക്കാനും ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് 2022 കൊണ്ടുവന്ന നിയമത്തിലെ പ്രധാന ഭാഗമായിരുന്നു ഈ നികുതി ഇളവുകൾ. പുതിയതോ പഴയതോ ആയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കുള്ള നികുതി ഇളവ് ഈ വർഷം സെപ്റ്റംബർ 30 അവസാനിക്കും. നിലവിലെ നിയമം അനുസരിച്ച് ഇത് 2032 വരെ ലഭിക്കുമായിരുന്നു. ഈ ബില്ലിൽ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ട്രംപ് അക്കൗണ്ടുകൾ എന്ന പേരിൽ ഒരു പുതിയ സേവിങ്സ് പദ്ധതി ആരംഭിക്കും. ഇതിലൂടെ ട്രഷറിയിൽ നിന്ന് $1,000 വരെ നിക്ഷേപം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർവകലാശാലകളുടെ വരുമാനത്തിന് പുതിയ നികുതി ഏർപ്പെടുത്തും. ആളുകൾ വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ അയക്കുന്ന പണത്തിൻ്റെ 1% നികുതി ഈടാക്കും. തോക്കുകൾക്ക് ഉപയോഗിക്കുന്ന സൈലൻസറുകൾക്കും ചെറിയ റൈഫിളുകൾക്കും ഉണ്ടായിരുന്ന $200 നികുതി ഒഴിവാക്കി. ഗർഭചിത്രം നടത്തുന്ന ഫാമിലി പ്ലാനിംഗ് സെൻ്ററുകൾക്ക് മെഡിക്കെയ്ഡ് വഴി പണം നൽകുന്നത് 1 വർഷത്തേക്ക് നിർത്തലാക്കും. പ്രധാനമായും പ്ലാന്റ് പാരന്റ്ഹുഡ് എന്ന സ്ഥാപനത്തിനാണ് ഇത് ബാധകമാകുന്നത്. ചന്ദ്രനിലേക്കുള്ള ആർട്ടമിസ് ദൗത്യത്തിനും ചൊവ്വ പര്യവേഷണത്തിനും ധാരാളം പണം അനുവദിച്ചിട്ടുണ്ട്. COVID-19 മഹാമാരിയെക്കുറിച്ച് അന്വേഷിക്കാൻ $88 മില്യൺ അനുവദിച്ചു. കൂടാതെ രാജ്യത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി $5 ട്രില്യൺ ഉയർത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്.
ചൈനയിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്ന കാറ്റാടി സൗരോർജ്ജ പദ്ധതികൾക്ക് ഉണ്ടായിരുന്ന നികുതി ഒഴിവാക്കി. ഈ ബിൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പറയുന്നത് ഈ ബിൽ കാരണം 2025 മുതൽ 2034 വരെ രാജ്യത്തിന്റെ സാമ്പത്തിക കമ്മി ഏകദേശം $3.3 ട്രില്യൺ വരെ വർദ്ധിക്കുമെന്നാണ്. ലളിതമായി പറഞ്ഞാൽ രാജ്യത്തിന്റെ കടം വലിയ തോതിൽ കൂടുമെന്ന് സാരം. ചുരുക്കത്തിൽ ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അമേരിക്കയുടെ സാമ്പത്തിക, സാമൂഹിക, സൈനിക നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. നികുതി ഇളവുകൾ, അതിർത്തി സുരക്ഷ, സൈനിക ചെലവുകൾ എന്നിവയിൽ വലിയ നിക്ഷേപം നടത്തുമ്പോൾ പൊതുജനാരോഗ്യ സേവനങ്ങൾക്കും പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കും ചില വെട്ടിച്ചുരുക്കലുകൾ വരുത്തുന്നുണ്ട്. ഈ ബില്ലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് അമേരിക്കയ്ക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.